ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 30-ാം ഭാഗം. അമേ നാരായണ. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 439-ാം നാമം കുളേശ്വരി. കൗളമാർഗത്തിന് അധീശ്വരി എന്നർത്ഥത്തിലാണ് ദേവിയെ കുളേശ്വരി എന്ന് വിളിക്കുന്നത്. ശിവശക്തി ആരാധനകളോട് ചേർന്നിരിക്കുന്ന ഒരു താന്ത്രിക ആരാധനാക്രമമാണ് കൗളമാർഗം അല്ലെങ്കിൽ കുളമാർഗം എന്ന് പറയുന്നത്. പ്രവർത്തികളെയോ വസ്തുക്കളെയോ ഒന്നും അശുദ്ധമായിട്ട് കാണാത്തതാണ് കൗളമാർഗം. ആത്മീയമായ അജ്ഞത മാത്രമാണ് കൗളമാർഗത്തിൽ അശുദ്ധമായി കാണുന്നത്. കുളേശ്വരി, കാളി, കുബ്ജിക, ത്രിപുരസുന്ദരി ഈ 4 ദേവിമാരെയാണ് കൗളമാർഗത്തിൽ പ്രധാനമായിട്ട് ആരാധിക്കുന്നത്. അപ്പോൾ ദേവിയെ കുളേശ്വരി എന്ന് വിളിക്കുന്നു. നാമം 440 കുളകുണ്ടാലയ. മൂലാധാര ചക്രത്തിന് ശരീരത്തിൽ 7 ചക്രങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ റൂട്ട് ചക്ര സ്പൈനോട് ചേർന്നിരിക്കുന്ന, നമ്മളെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്ന, ഒരു റൂട്ടഡ് ആക്കി നിർത്തുന്ന ചക്രയാണ് മൂലാധാര ചക്രം. ആ മൂലാധാര ചക്രത്തിന് നടുവിലുള്ള ബിന്ദുവിനെയാണ് കുളകുണ്ടം എന്ന് പറയുന്നത്. കുളകുണ്ടത്തിൽ അധിവസിക്കുന്നവൾ. ഇത് കുണ്ടലിനി ശക്തിയുടെ കേന്ദ്രമാണെന്നും അവിടെ നിന്നാണ് കുണ്ടലിനി ശക്തി യാത്ര ചെയ്ത് സഹസ്രാര ചക്രത്തിലെത്തുന്നതോടെ നമുക്ക് ബോധോദയം ഉണ്ടാവുന്നത് എന്നും പറയുന്നു. നാമം 441 കൗളമാർഗ തൽപര സേവിത. വീണ്ടും കൗളമാർഗം ഫോളോ ചെയ്യുന്നവരാൽ പൂജിക്കപ്പെടുന്ന ദേവി ലളിതാംബിക. കൗളമാർഗ തൽപര സേവിത. നാമം 442 കുമാര ഗണനാഥ അംബ. കുമാര ഗണനാഥ അംബ. കുമാരൻ എന്നാൽ മുരുകൻ, സുബ്രഹ്മണ്യൻ. ഗണനാഥൻ ഗണപതി. ഇവർ 2 പേരുടെയും അമ്മയായ ദേവി ലളിതാംബിക. നാമം 443 തുഷ്ടീഹി. തുഷ്ടി എന്ന സംസ്കൃത പദത്തിനർത്ഥം സന്തോഷം, സംതൃപ്തി എന്നൊക്കെയാണ്. എല്ലായ്പ്പോഴും സന്തോഷവതിയായിരിക്കുന്ന ദേവി ലളിതാംബിക. ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും അല്ലേ? എപ്പോഴും എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഇത്ര കിട്ടിയത് പോരാ, ഇങ്ങനെ വീണ്ടും വീണ്ടും ഇനിയും കിട്ടണം എന്നൊരു ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി ഇല്ലാത്ത, സന്തോഷമില്ലാത്ത ജീവിതത്തിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ ഈ സംതൃപ്തമായ ജീവിതം നൽകുന്നവളാണ് സദാ ആനന്ദചിത്തയായിരിക്കുന്ന ദേവി ലളിതാംബിക. സ്ഥിരമായിട്ട് ശ്രീലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പുതുപ്രതീക്ഷകളുണ്ടാവും. പലപ്പോഴും പ്രതീക്ഷ അസ്തമിച്ച അവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോയി എന്ന് വരും. പക്ഷേ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം നൽകാനായിട്ട് ദേവിക്കും ദേവീ ഭജനത്തിനും തീർച്ചയായിട്ടും സാധിക്കും. കാരണം നമ്മളെ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട് ഈ ലോകത്തിൽ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രീലളിതാ സഹസ്രനാമ ഭജനം തീർച്ചയായിട്ടും സഹായിക്കും. നാമം 444 പുഷ്ടി. പുഷ്ടി എന്നാൽ സകലതിനും വളർച്ച നൽകുന്നവൾ, സകലതിനും വളമാകുന്ന ദേവി ലളിതാംബിക. പോഷകമേകുന്ന ദേവി. ഈ പോഷകം എന്നുള്ളത് കൊണ്ട് സ്നേഹം, കരുതൽ എന്നൊക്കെ പറയാം. ഒരു ജീവി അതിൻ്റെ രൂപമെടുത്ത് ഈ ഭൂമിയിൽ വരുന്നു. ആ ജീവിക്ക് പിന്നെ വളരണമെങ്കിൽ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ അല്ലേ? അതിന് വേണ്ട ഒരു കെയർ വേണം. ആ കെയർ കൊടുക്കാൻ ചിലപ്പോൾ ചുറ്റുമുള്ള ആളുകൾക്ക്, സാഹചര്യങ്ങൾക്കൊന്നും സാധിച്ചില്ല എന്ന് വരും. ആ കെയർ നൽകാൻ ആർക്ക് സാധിക്കുന്നു? ദേവി ലളിതാംബികയ്ക്ക് സാധിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മാതാവായി നിൽക്കുന്ന, അമ്മയായി നിൽക്കുന്ന ആ ദേവി സകലതിനും പോഷണമായി വർത്തിക്കുന്നു. നമ്മളെ വളർത്തി വലുതാക്കുന്ന നമ്മുടെ അമ്മയായിട്ടാണ് ദേവി അവിടെ നിലനിൽക്കുന്നത്. നാമം 445 മതിഹി. മതി എന്നാൽ മേധ, ബുദ്ധി. ബുദ്ധിയുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുറപ്പിച്ചിട്ടുള്ള ദേവി ലളിതാംബിക. എങ്ങനെയുള്ള ബുദ്ധിയാണ്? സദ്ബുദ്ധി.
നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പറയുക. കുബുദ്ധിയല്ല, കുബുദ്ധി, കൊനിഷ്ട് ഇതൊക്കെ ഇല്ലാതാക്കാനും നല്ല ചിന്തകൾ ഉണ്ടാകാനും ശ്രീലളിത ത്രിപുരസുന്ദരിയെ ഭജിക്കുന്നതിലൂടെ സാധ്യമാവും. അതിനാദ്യം തന്നെ ഈ കുബുദ്ധി കളയണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലും കൂടെ വേണം കേട്ടോ. നാമം 446 ധൃതിഹി. ധൃതി എന്നാൽ ധൈര്യം. നമ്മളെ ഭയപ്പെടുത്തുന്ന പലതും ഉണ്ടാവും ഈ ലോകത്ത്. നമ്മളെ ആകുലപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരുപാടധികം ജീവിതാവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകും. അതിനെയൊക്കെ നേരിടാനുള്ള ധൈര്യം തരാൻ ദേവിക്ക് സാധിക്കുന്നു. എന്തിനേയും നേരിടാനുള്ള മനക്കരുത്ത് പ്രദാനം ചെയ്യുന്നവളാണ് ദേവി ലളിതാംബിക. അതിനാൽ ദേവിയെ ധൃതിഹി എന്ന് വിളിക്കുന്നു. നാമം 447 ശാന്തിഹി. സദാ ശാന്തചിത്തയായിരിക്കുന്ന ദേവി ലളിതാംബിക. അമിതമായി സന്തോഷിക്കുകയോ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യാത്തവൾ. ദേവീ ഭജനത്തിലൂടെ ഈ സമചിത്തത കൈവരിക്കാൻ ഭക്തനെയും ദേവി പ്രാപ്തനാക്കുന്നു. നാമം 448 സ്വസ്തിമതി. സ്വസ്തിമതി, അസ്തി. പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരകേന്ദ്രമായ, അടിത്തറയായ, അതിനൊരു അസ്തിത്വം നൽകുന്ന ദേവി ലളിതാംബിക. നാമം 449 കാന്തിഹി. തിളക്കം നൽകുന്നവൾ, പ്രകാശപൂരിതമാക്കുന്നവൾ. ദേവീഭജനത്തിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രകാശമേകാനായിട്ട് സാധിക്കും. സ്ഥിരമായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ നമ്മുടെ മുഖകാന്തി വർദ്ധിക്കുകയും നമ്മൾ കൂടുതൽ സൗന്ദര്യമുള്ളവരാവുകയും ചെയ്യുന്നു. ഇത് സൗന്ദര്യം എന്നുള്ളത് കൊണ്ട് ഒരു പ്രത്യേകതരം നിറമോ ഒരു പ്രത്യേക രൂപമോ ഒന്നുമല്ല സൗന്ദര്യത്തിൻ്റെ അടിത്തറ. നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മൾ പ്രകാശമുള്ളവരായി, നമ്മൾ ജ്വലിക്കുന്നവരായി, നമ്മുടെ കണ്ണുകളിലൊരു തിളക്കമുള്ളവരായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ആ തിളക്കം നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒരു പ്രതിഫലനമാണ്. അതിനാൽ ദേവിയെ കാന്തിഹി എന്ന് വിളിക്കുന്നു. ദേവിയുടെ ശരീരം അരുണവർണ്ണമാണ്, അത് ജ്വലിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ പ്രകാശരൂപിണിയായ ദേവി ലളിതാംബിക. നാമം 450 നന്ദിനി. നന്ദിനി എന്നുള്ള നാമം. നന്ദിനി എന്നാൽ ആനന്ദമേകുന്ന മകൾ എന്നാണ് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം. സദാ ആനന്ദമേകുന്ന, സകലരെയും സന്തോഷിപ്പിക്കുന്ന ദേവി ലളിതാംബിക. ഇനി ദേവി നന്ദിനി എന്ന നാമം ദുർഗാദേവിയുടെയും പാർവതീദേവിയുടെയും മറ്റൊരു പേരായിട്ട് പറയുന്നുണ്ട്. കാമധേനുവിൻ്റെ മകളാണ് നന്ദിനി. അപ്പോൾ സന്തോഷമേകുന്ന, ആഗ്രഹിക്കുന്നതെന്തുമേകുന്ന നന്ദിനി പശു. നാമം 451 വിഘ്നനാശിനി. ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നവൾ. വിഘ്നങ്ങളെല്ലാം നീക്കി എല്ലാം സുഗമമായി നടക്കാനായിട്ട് പ്രാപ്തയാക്കുന്നവളാണ് ദേവി ലളിതാംബിക. അതിനാൽ ദേവിയെ വിഘ്നനാശിനി എന്ന് വിളിക്കുന്നു. ഇനി വിഘ്നനാശകനായിട്ടുള്ള ഗണപതിയുടെ അമ്മ കൂടിയാണ് ദേവി. അപ്പോൾ ആ ദേവി എത്രത്തോളം പവർഫുള്ളായിരിക്കും എന്നാലോചിച്ച് നോക്കൂ. നാമം 452 തേജോവതി. തേജസ്സുറ്റവൾ, ജ്വലിക്കുന്ന ശരീരത്തോടും മനസ്സോടും കൂടിയവൾ. പ്രകാശരൂപിണിയായ ദേവി ലളിതാംബിക. ദേവിയാണ് ഈ പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും അഗ്നിക്കുമൊക്കെ തിളക്കമേകുന്നത്, അതിനെ ജ്വലിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ സൂര്യൻ്റെ ആ പ്രകാശത്തിന് പോലും ആധാരകേന്ദ്രമായ ദേവിയുടെ പ്രകാശം എത്രത്തോളം ഉണ്ടായിരിക്കും? നാമം 453 ത്രിനയന. 3 കണ്ണുകളോട് കൂടിയവൾ ദേവി ലളിതാംബിക. സൂര്യനും ചന്ദ്രനും അഗ്നിയുമാണ് ഈ ത്രിനേത്രങ്ങളെന്ന് പറയുന്നു. നാമം 454 ലോലാക്ഷി കാമരൂപിണി. ലോലാക്ഷി, ഇളകുന്ന കണ്ണുകളോട് കൂടിയവൾ, ചലിക്കുന്ന മിഴികളോട് കൂടിയവൾ, ഒരു വശീകരണ സ്വഭാവമുള്ള കണ്ണുകളോട് കൂടിയവൾ. മാത്രമല്ല കാമരൂപിണി കൂടിയാണ്. സകല ആഗ്രഹങ്ങളും
സാധിപ്പിക്കാൻ തക്ക ശേഷിയുള്ളവൾ. ഇനി സുന്ദരികളിൽ സുന്ദരി എന്നും പറയാം. ലോലാക്ഷി, കാമരൂപിണി. പ്രപഞ്ചത്തിലെ സുന്ദരിമാരിൽ ഏറ്റവും സുന്ദരിയായവൾ ശ്രീലളിത ത്രിപുരസുന്ദരി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദേവിയുടെ തുടക്കം മുതലുള്ള വർണ്ണന അരുണവർണ്ണമാണ് ദേവിക്ക്. ദേവിയുടെ തലമുടിയിൽ കാദംബരി പുഷ്പങ്ങളിങ്ങനെ ചൂടിയിരിക്കുകയാണ്. ദേവിയുടെ കവിൾത്തടങ്ങൾ തിളങ്ങുകയാണ്. രത്നങ്ങൾ പോലെയുള്ള കണ്ണുകളാണ് ദേവിക്കുള്ളത്. അപ്പോൾ അപ്രകാരം ദേവിയുടെ രൂപത്തെ, ആ സൗന്ദര്യത്തെ നമുക്ക് പ്രാപ്യമായ രീതിയിലെല്ലാം വർണ്ണിക്കാനായിട്ട് നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ദേവി ആരാണ്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ച ആ ഒരു ശക്തി കേന്ദ്രമായിട്ട് അങ്ങനെ വർത്തിക്കുകയാണ്. അപ്പോൾ ദേവി ലളിതാംബികയുടെ 439 മുതൽ 454 വരെയുള്ള നാമങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയത്. ഓരോ ദിവസവും പഠിക്കുമ്പോൾ ഇനിയൊരു ദിവസമെങ്കിലും പഠിക്കാനുള്ള ശക്തി തരണേ എന്നുള്ളത് മാത്രമാണ് പ്രാർത്ഥന. ശക്തിയും അതിനുള്ള സാഹചര്യവും ഉണ്ടാവണേ എന്നുള്ളതാണ് പ്രാർത്ഥന. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.